കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറുടെ കത്തിന് സർക്കാർ വീണ്ടും മറുപടി നൽകുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായം കൂടി ചേർത്താണ് ഈ മറുപടി ഇപ്പോൾ സർക്കാർ തയ്യാറാക്കി ഗവർണർക്ക് നൽകാൻ പോകുന്നത്. ഭാരതാംബ ചിത്രം ദേശീയ ഐക്യത്തിന്റെ ഭാഗമാണെന്ന നിലപാടിന് നിയമപരിരക്ഷയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അത് ഗവർണറെ അറിയിക്കും. ഭാരതാംബ ചിത്രവിവാദവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ഉണ്ടായ സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് VC-ക്ക് വളരെ വിശദമായ റിപ്പോർട്ടും നൽകും. ഭാരതാംബ തർക്കം കയ്യാങ്കളിയിലേക്ക് കൂടി പോയതോടെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാരും ഗവർണറും. ചിത്രത്തെ അനുകൂലിച്ചുള്ള രാജ്ഭവൻ വാദങ്ങൾക്ക് നിയമപരിരക്ഷയില്ലെന്നാണ് സർക്കാർ വാദം. ഗവർണർ ചൂണ്ടിക്കാട്ടിയത് സങ്കല്പം മാത്രമാണ്. ഇവ ചൂണ്ടിക്കാട്ടി ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഭാരതാംബ വിഷയത്തിൽ സർക്കാർ രണ്ടാമതും രാജ്ഭവന് കത്തയക്കുക. അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകാൻ സർക്കാരിന് താല്പര്യമില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. അപ്പോൾ ഗവർണറെ, രാഷ്ട്രപതി തുടങ്ങിയ ആളുകളെ നമ്മൾ കാണുന്ന വേറൊരു തരത്തിലാണ്. ഞാനിങ്ങനെ പോയപ്പോൾ പ്രൈവറ്റായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്തൊരു ന്യായവുമില്ല. കാരണം രാജ്യത്തിൻ്റെ പൊതുവായ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ആളുകൾ വിവിധ മതവിശ്വാസമുള്ളവരുണ്ട്, വിവിധ രീതികളുണ്ട്. അതെല്ലാം വ്യക്തിപരമായ അവരുടെ പ്രൈവറ്റായ കാര്യങ്ങൾ. അതേസമയം കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഇന്ന് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകും. സംഘാടകർ നിബന്ധനകൾ ലംഘിച്ചു എന്ന നിലപാടിലാണ് രജിസ്ട്രാർ. ഗവർണറുടെ പരിപാടി തുടർന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് രജിസ്ട്രാർ DGPക്ക് നൽകിയ കത്ത് VC-യുടെ അറിവോടെ ആയിരുന്നില്ല. VC-യുടെ അറിവോടെ അല്ലാതെ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുന്നത് സാധാരണവുമല്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് VC രജിസ്ട്രാറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഒപ്പം രാജ്ഭവനും VC-യോട് സെനറ്റ് ഹാളിലെ പരിപാടിയിൽ രജിസ്ട്രാറുടെ ഇടപെടലിനെ സംബന്ധിച്ചും വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രജിസ്ട്രാർ ഗവർണറുടെ VVIP സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും ഗവർണർ ചടങ്ങിലെത്തിയ ശേഷമാണ് രജിസ്ട്രാർ മെയിൽ മുഖേന പരിപാടി റദ്ദാക്കിയതായി രാജ്ഭവനെ അറിയിച്ചുവെന്നുമാണ് സംഘാടകരുടെ പരാതി. 24 തിരുവനന്തപുരം.